കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഭാഗമായി കേളകം കൊട്ടിയൂർ കണിച്ചാർ ടൗണുകളിലെ ഗതാഗത പരിഷ്കരണത്തിനായി കേളകം പോലീസിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തു. കേളകം പോലീസ് സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ കേളകം SHO പ്രവീൺ കുമാർ, കണിച്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ, കേളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CT അനീഷ്, SI രമേശൻ, ASI സജേഷ് കോളയാട് എന്നിവർ നേതൃത്വം നൽകി. വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരുടെ യോഗമാണ് കേളകം പോലീസ് വിളിച്ചു ചേർത്തത്. വൈശാഖ മഹോത്സവം കഴിയുന്നതുവരെ കേളകം ടൗണിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് അടക്കാത്തോട് റോഡിലേക്ക് മാറ്റും. കൂടാതെ ടൗണിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിടാനും പാടില്ല. അടക്കാത്തോട് റോഡിൽ നിർത്തിയിടുന്ന ബസ് കേളകം ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റണം. ടാക്സി വാഹനങ്ങൾ വെള്ളൂന്നി മഹാറാണി ടെക്സ്റ്റൈൽസിന് സമീപത്ത് നിർത്തിയിടാനും യോഗത്തിൽ തീരുമാനിച്ചു. സമാന്തര റോഡുകളിൽ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും. കൊട്ടിയൂർ പാമ്പ്രപ്പാനിലും ചുങ്കക്കുന്ന് ടൗണിലും ഓട്ടോറിക്ഷ പാർക്കിംഗ് അനുവദിക്കില്ല. കൊട്ടിയൂർ പഞ്ചായത്തിലെ ഗണപതിപുരത്ത് റോഡിനോട് ചേർന്ന ഭാഗത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് മാറ്റി സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനോട് ആവശ്യപ്പെടും. കണിച്ചാർ ടൗണിൽ അനാവശ്യമായി സ്വകാര്യ വാഹനങ്ങൾ നിർത്തിയിടാൻ പാടില്ല. നീണ്ടുനോക്കി ടൗണിൽ വിശേഷാൽ ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും ഓട്ടോറിക്ഷ പാർക്കിംഗ് പാടില്ല. രാത്രികാലങ്ങളിൽ ഓടുന്ന ടാക്സി വാഹനങ്ങൾക്ക് പാസ് നൽകുന്ന കാര്യം പരിഗണനയിലാണെന്ന് SHO യോഗത്തെ അറിയിച്ചു. വൈശാഖ മഹോത്സവ കാലയളവിൽ കൊട്ടിയൂർ വഴിയുള്ള ചരക്ക് വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താനും യോഗത്തിൽ തീരുമാനിച്ചു. കേളകം ടൗണിലെ ഓട്ടോറിക്ഷ പാർക്കിംഗ് അടക്കാത്തോട് റോഡിലേക്ക് മാറ്റുന്നു. കേളകം ടൗണിലെ ടാക്സികൾ മഹാറാണി വെള്ളൂന്നി റോഡിലേക്ക് മാറ്റുന്നു. അടക്കാത്തോട്ടിലെ റോഡിൽ ബസ് പാർക്കിംഗ് അനുവദിക്കുന്നതല്ല. അവര് ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ പാർക്ക് ചെയ്ത് ഓടേണ്ടതാണ്. സമാന്തര റോഡിൽ ബോർഡുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കൊട്ടിയൂർ പഞ്ചായത്തില് പാമ്പറപ്പൻ റോഡില് ഓട്ടോറിക്ഷ പാർക്കിംഗ് നിലവിലുണ്ട്. അത് ഇനി മുതൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ അത് ഉണ്ടാവില്ല. റോഡ് സൈഡിൽ ടൂറിസ്റ്റ് വണ്ടികൾ പാർക്ക് ചെയ്യുന്നതായിട്ട് കൂടുതൽ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട് കൊട്ടിയൂർ ഭാഗത്ത്. അത് പാടില്ല. പട്രോളിങ്ങിന്റെ ഇടയിൽ പോലീസും അതുപോലെ ഓട്ടോറിക്ഷക്കാരും അവിടെ ഉള്ളവരും അത് ശ്രദ്ധിക്കുന്നതാണ്. പിന്നെ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോടായിട്ട് ഗണപതിപുരത്തുള്ള ഒരു ബോട്ടിൽ ബൂത്ത് ഉണ്ട്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചായത്തിനോട് റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ നീണ്ടുനോക്കിയിൽ വിശേഷാൽ ദിവസങ്ങളിൽ പാർക്കിംഗ് ഇല്ല. ശനിയും ഞായറും ഓട്ടോറിക്ഷ പാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല നീണ്ടുനോക്കിയിൽ. പിന്നെ രാത്രിയിൽ ഓടുന്നവർക്ക് കൊട്ടിയൂർ ഒരു പാസ് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ പരിഗണനയിലുണ്ട്. ഹൈവിഷൻ ന്യൂസ്, കേളകം.